ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതൊരു ഈദ് ഡേ വ്ളോഗാണേ. തലേ ദിവസമായിട്ട് മെഹന്തിയൊക്കെ നല്ല രീതിയിൽ ചുമന്നിട്ടുണ്ടായിരുന്നേ. എപ്പോഴും ഉമ്മയാണ് എനിക്ക് മെഹന്തി ഇട്ട് തരാറ്. പക്ഷെ ഇപ്രാവശ്യം മാത്രം ഉമ്മക്ക് സമയമില്ല, സ്വന്തമായിട്ട് ഇട്ടോളാൻ പറഞ്ഞേ. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യമാണ് സ്വന്തമായിട്ട് ആദ്യമായിട്ട് മെഹന്തി ഇടുന്നത്. പിന്നെ കുറച്ചു നേരം അതിന്റെ ഭംഗിയൊക്കെ നോക്കിയിട്ട് കിച്ചണിൽ പോയി നോക്കിയപ്പോഴത്തേക്കും ഉമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നേ. കുറച്ച് കഴിഞ്ഞപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയായി. അതെല്ലാം ടേബിളിൽ കൊണ്ട് സെറ്റ് ആക്കിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി കഴിക്കാനായിട്ടിരുന്നു. അപ്പം, പെറോട്ട, ഒറട്ടി, അതിൻ്റെ കൂടെ മട്ടൻ കറിയായിരുന്നു ഉണ്ടായിരുന്നത്. ഞാനതിൽ ഒറട്ടിയാണ് എടുത്ത് കഴിച്ചത്. കഴിച്ചു കഴിഞ്ഞതിന് ശേഷം 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും വാപ്പ പള്ളിയിൽ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. ഇനി നമുക്ക് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങണമല്ലോ. അപ്പം ഞാനും അനിയത്തിയും കൂടെ പുതിയ ഡ്രസ്സൊക്കെ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു. ഇനി മേക്കപ്പ് സെക്ഷനാണേ. വാപ്പ പള്ളിയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും ഞാനും അനിയത്തിയും കൂടിയിട്ട് കറങ്ങാനായിട്ട് പോവാണ്. ഒരു സ്ഥലം ലക്ഷ്യം വെച്ചിട്ടൊന്നും അല്ല ഞങ്ങൾ പോകുന്നത്. പെരുന്നാളായി കഴിഞ്ഞാൽ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വണ്ടിയിലൊന്ന് കറങ്ങാന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാ പെരുന്നാളിനും പതിവായിട്ടുള്ളൊരു കാര്യമാണ്. തിരിച്ചു വരുമ്പോഴത്തേക്കും മിഠായി, ഐസ്ക്രീം ഇങ്ങനെയുള്ള ഓരോന്നും കൂടി വാങ്ങണം. അതാണ് മെയിൻ ഉദ്ദേശവും. അവസാനം കറങ്ങിയതായി ഞങ്ങൾ ഇവിടെ എത്തി. ഞങ്ങൾക്ക് കുറച്ച് സ്ഥലമുള്ള കാര്യം പറഞ്ഞിട്ടില്ലേ, അതാണ് ഇത്. അവിടെ പോയപ്പോൾ നല്ല വെയിലായിരുന്നേ. പിന്നെ കുറച്ചു നേരം അവിടെ നിന്നിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. വരുന്ന വഴിക്ക് ഒരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. എന്തിനാണെന്നറിയാലോ, ഐസ്ക്രീമും മിഠായിയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അവിടെ പോയപ്പോഴത്തേക്കും മാംഗോ ബാർ വേണോ സ്ട്രോബെറി ബാർ വേണോ എന്നുള്ള കൺഫ്യൂഷനിലായി. ആ കൺഫ്യൂഷൻ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ 2 സ്ട്രോബെറി ബാർ 2 മാംഗോ ബാറും എടുത്തു. അതിനുശേഷം മിഠായി എടുക്കാനായിട്ട് പോയി. അവിടെ നോക്കിയപ്പോഴത്തേക്ക് ഒരുപാട് ഐറ്റം മിഠായി ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഡയറി മിൽക്കും 5 സ്റ്റാറും എടുത്തു. തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഐസ്ക്രീം കുടിച്ചു. അതിനുശേഷം മിഠായും കഴിച്ചു. പിന്നെ കുറച്ച് നേരം ഇരുന്ന് TV ഒക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ചോറ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. എല്ലാം കൊണ്ട് ടേബിളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളെല്ലാവരും കൂടി കഴിക്കാനായിട്ടിരുന്നു. ബിരിയാണി, നെച്ചോറൊക്കെ ആണെങ്കിൽ പപ്പടവും ചട്ടിനിയും എനിക്ക് മസ്റ്റാണേ. പപ്പടവും തൈരും ചോറുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ചോറ് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഇനി ഉമ്മയുടെ വീട്ടിലേക്ക് പോവാണേ. അങ്ങനെ ഞങ്ങൾ ഉമ്മയുടെ വീട്ടിലെത്തിയ അവിടെ പോയപ്പോഴത്തേക്കും അവിടെ എൻ്റെ ഒരു വല്യമ്മയും കസിൻസൊക്കെ ഉണ്ടായിരുന്നു. വല്യമ്മേനെ വല്യമ്മ എന്നല്ല, പാമാന്നാട്ടോ വിളിക്കുക. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഹാനിക്കുട്ടി എടുത്തുകൊണ്ട് വന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇവിടെ സ്നേഹപ്രകടനമാണ്. കുറച്ച് നേരം അകത്തൊക്കെ ഇരുന്നിട്ട് പിന്നെ 2 പേരും കൂടെ പുറത്തിറങ്ങി വന്ന് ഇവിടെ കളി തുടങ്ങിയിട്ടുണ്ട്. ഇവർ 2 പേരും കളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കളിയും ചിരിയും ബഹളമൊക്കെയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉപ്പാപ്പ ചായയോടെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വാഴയ്ക്കപ്പൂ, ഉഴുന്നുവട, അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് അത് കഴിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ വേറെ വല്യമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. ഈ വല്യമ്മയെ ഞാൻ വല്യമ്മ എന്നല്ല കേട്ടോ, കുക്കുമ്മ എന്നാണേ വിളിക്കാറ്.
ദേ ഇവിടെ ഹാനിയക്കുട്ടിക്ക് ഫുഡ് എടുക്കാൻ നേരത്ത് കാറിൻ്റെ അകത്ത് കൊണ്ട് ഇരുത്തിയിരിക്കുന്നതാണ്. പിന്നെ പുറത്തിറങ്ങി എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. ഇവിടുത്തെ എല്ലാ കാഴ്ചകളും കണ്ടുകൊണ്ടിരുന്നു ഒരാൾ ഇവിടെ ഇരുന്ന് കഴിക്കുന്നതേ ഉള്ളൂ. പിന്നെ ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നേ. എൻ്റെ കസിൻ സ്കൂട്ടർ ഓടിക്കുവേ. അപ്പം ഞാനും കസിനും കൂടി സ്കൂട്ടറിലായിരുന്നേ വന്നിട്ടുണ്ടായിരുന്നത്. വല്യമ്മയൊക്കെ അവരുടെ വീട്ടിലും ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വരുന്ന വഴി വീണ്ടും ഒരു ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നേ. രാവിലെ കുടിച്ച സ്ട്രോബെറി ബാറിൻ്റെ ഐസ്ക്രീം എനിക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് വീണ്ടും രാത്രിയും വാങ്ങിയത്. രാവിലെ കഴിച്ച ഐസ്ക്രീമിനേക്കാളും തണുപ്പായിരുന്നേ ഇതിന്. അപ്പോൾ ഇതിൻ്റെ വ്ലോഗ് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു പോകല്ലേ. കൂടെ കമൻറ്റും കൂടി ചെയ്യണേ. ബൈ.